നമസ്കാരം, KCN വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. മുട്ടത്തൊടി സഹകരണ ബാങ്ക് മുക്കുപണ്ട തട്ടിപ്പ്, മാനേജർക്കും അപ്രൈസർക്കുമെതിരെ 2 കേസുകൾ കൂടി. ഖാസിയുടെ ദുരൂഹ മരണം, സമരം 50ാം ദിവസത്തിലേക്ക്, പിന്തുണയേറുന്നു. അപകടം വിളിച്ചോതി ചളിയങ്കോട്ടെ മണ്ണിടിച്ചിൽ, KSTP റോഡിൽ ആശങ്കയുടെ യാത്ര. കോഴിക്കോട്ടിന് സമാനമായ കുടിലിൽ വൃദ്ധ ദമ്പതികളുടെ ജീവിതം. പുത്തികെ ബാഡൂരിലാണ് 2 ജീവിതങ്ങൾ സങ്കടക്കാഴ്ചയാകുന്നത്. ചെറുവത്തൂർ ബാങ്ക് കവർച്ച കേസ് വിചാരണ മാറ്റി. മൈലാഞ്ചിയുടെ മൊഞ്ചു പകർന്ന് ഉപ്പള, റംസാൻ വിപണിക്ക് ചുകപ്പിന്റെ ചന്തം. വിശദമായ വാർത്തകളിലേക്ക്. മുട്ടത്തൊടി സഹകരണ ബാങ്ക് മുക്കുപണ്ട തട്ടിപ്പ്, സിവിൽ സ്റ്റേഷൻ ശാഖാ മാനേജർക്കും അപ്രൈസർക്കുമെതിരെ 2 കേസുകൾ കൂടി രജിസ്റ്റർ ചെയ്തു. ബാങ്ക് സെക്രട്ടറിയുടെ പരാതിയെ തുടർന്നാണ് കേസ്. മുട്ടത്തൊടി സർവീസ് സഹകരണ ബാങ്കിന്റെ സിവിൽ സ്റ്റേഷൻ സായാഹ്ന ശാഖയിൽ ബാങ്ക് മാനേജറുടെയും അപ്രൈസറുടെയും ഒത്താശയിൽ വ്യാപക തട്ടിപ്പുകൾ നടന്നതായി തെളിഞ്ഞു. ഉടമ അറിയാതെ അക്കൗണ്ടിൽ നിന്നും 10 ലക്ഷത്തോളം രൂപ തട്ടിയെടുത്തതിനും 12ഓളം പേർ പണയം വെച്ച സ്വർണം കവർന്നതിനുമാണ് സിവിൽ സ്റ്റേഷൻ ശാഖാ മാനേജർ അമ്പലത്തറ കോട്ടപ്പാറയിലെ സന്തോഷിനെതിരെയും അപ്രൈസർ നീലേശ്വരം പള്ളിക്കരയിലെ സതീശനെതിരെയും വിദ്യാനഗർ പോലീസ് വീണ്ടും കേസെടുത്തിരിക്കുന്നത്. ബാങ്ക് സെക്രട്ടറിയുടെ പരാതിയിലാണ് കേസ്. നീലേശ്വരം സ്വദേശിയുടെ സ്ഥിര നിക്ഷേപത്തിൽ നിന്നാണ് 8,90,000 രൂപ ഈ സംഘം തട്ടിയെടുത്തത്. മുട്ടത്തൊടി സഹകരണ ബാങ്കിൽ മുക്കുപണ്ടം പണയം വെച്ച് 4 കോടിയോളം രൂപ തട്ടിയെടുത്ത മറ്റൊരു കേസും ഇവരുടെ പേരിലുണ്ട്. റിമാൻഡിൽ കഴിയുന്ന ഇവരെ വിശദമായി ചോദ്യം ചെയ്താൽ മാത്രമേ കൂടുതൽ തെളിവുകൾ ലഭിക്കുകയുള്ളൂ. ഇതിനായി പ്രതികളെ കസ്റ്റഡിയിൽ വിട്ടുകിട്ടാൻ പോലീസ് അപേക്ഷ നൽകും. അതേസമയം മുക്കുപണ്ട പണയ തട്ടിപ്പ് നടത്തിയ സംഭവത്തിൽ ഇടപാടുകാരെ കേന്ദ്രീകരിച്ചും അന്വേഷണം നടന്നുവരികയാണ്. ചെമ്പരിക്ക ഖാസിയുടെ ദുരൂഹ മരണം, അനിശ്ചിതകാല സമരം 48ാം ദിവസത്തിലേക്ക് കടന്നു. പിന്തുണയുമായി വിവിധ സംഘടനകൾ രംഗത്ത് വന്നു. ചെമ്പരിക്ക ഖാസി CM അബ്ദുള്ള മൗലവിയുടെ ദുരൂഹ മരണം സംബന്ധിച്ച സത്യാവസ്ഥ പുറത്തു കൊണ്ടുവരണമെന്നാവശ്യപ്പെട്ട് ഖാസി CM ഉസ്താദ് ജനകീയ ആക്ഷൻ കമ്മിറ്റിയും കുടുംബവും ഒപ്പുമരച്ചോട്ടിൽ നടത്തിവരുന്ന അനിശ്ചിതകാല സമരത്തിന് ജനപിന്തുണ ഏറിവരികയാണ്. കഴിഞ്ഞ ദിവസം നടന്ന സമരം SMF മണ്ഡലം പ്രസിഡന്റ് C അഹമ്മദ് കുഞ്ഞി മുസ്ലിയാർ ഉദ്ഘാടനം ചെയ്തു. ഈ കൊല നടക്കുന്നതിന് എത്രയോ ദിവസങ്ങൾക്കോ മാസങ്ങൾക്കോ മുമ്പോ തന്നെ തയ്യാറാക്കി വെച്ചതായ ഒരു കാര്യമാണ്. പെടുന്ന ആ മനുഷ്യർക്ക് ഇവിടെ പ്രസംഗിക്കപ്പെട്ടതുപോലെ നോക്കൂ, എത്രയോ മുമ്പ് തന്നെ വിദ്യാനൊരാൾ ഇവിടെ പ്രസംഗിച്ചു. ആ ഭൗതിക ജഡത്തിനെ ഇവിടെ കൊണ്ട് കടപ്പുറത്ത് കടത്തിയിരിക്കുകയാണ്. പോസ്റ്റ്മോർട്ടം ചെയ്തിട്ടേ ഇല്ല, ഒരു ഡോക്ടറുടെ റിപ്പോർട്ട് വന്നിട്ടേ ഇല്ല, അവരുടെ അഭിപ്രായം എന്തെന്നാണെന്ന് അറിഞ്ഞിട്ടുമില്ല. ആക്ഷൻ കമ്മിറ്റി ചെയർമാൻ ഡോക്ടർ D സുരേന്ദ്രനാഥ് അധ്യക്ഷത വഹിച്ചു. SMF കാസർഗോഡ് മണ്ഡലം ഭാരവാഹികൾ, എതിർത്തോട് മുഹൈദ്ദീൻ ജമാഅത്ത് കമ്മിറ്റി ഭാരവാഹികൾ, എരോൾ മുസ്ലിം ജമാഅത്ത് കമ്മിറ്റി, ചെമ്മനാട് മുസ്ലിം ലീഗ് കമ്മിറ്റി എന്നിവർ അനിശ്ചിതകാല സമരത്തിന് പിന്തുണയുമായി സമരപന്തലിലെത്തി. ഹാരിസ് ദാരിമി ബദിര, CB അബ്ദുള്ള ഹാജി, കല്ലട്ര അബ്ദുൽ ഖാദർ ഹാജി, ഷെരീഫ് എരോൾ, അബ്ദുള്ള ഹുസൈനി, അബ്ദുൽ ഖാദർ കളനാട്, ജലീൽ കോയ എന്നിവർ പ്രസംഗിച്ചു. KSTP റോഡ് നിർമ്മാണം നടക്കുന്ന ചന്ദ്രഗിരി പാലത്തിന് സമീപം മണ്ണിടിച്ചിലിനെ തുടർന്ന് ഗതാഗതം സ്തംഭിച്ചു. ഇതിനെ തുടർന്ന് വാഹനങ്ങൾ ദേളി വഴി തിരിച്ചുവിട്ടു. മണ്ണിടിഞ്ഞു വീണതിനെ തുടർന്ന് ഒരു വീടിന്റെ കക്കൂസ് ഭാഗം പൂർണ്ണമായും തകരുകയും തെങ്ങ് കടപുഴകി വീഴുകയും ചെയ്തു. ഇതോടെ വീട്ടുകാരും സമീപത്തെ മറ്റു വീട്ടുകാരും ഇവിടെ താമസിക്കാൻ പോലും ഭയപ്പെടുകയാണ്. കുന്നിന്റെ മുകൾ ഭാഗത്ത് താമസിക്കുന്ന രാമകൃഷ്ണന്റെ വീടിന്റെ കക്കൂസാണ് തകർന്നത്. ഇവിടുത്തെ തെങ്ങും കടപുഴകി വീണു. ഇതുകൂടാതെ തമ്പാൻ, സുഗു എന്നിവരുടെ വീടുകളും അപകട ഭീഷണിയിലാണ്. റോഡിന്റെ മറുവശത്തെ നിരവധി വീടുകളും സമാനമായ അപകട ഭീഷണി നേരിടുന്നുണ്ട്. മഴ ശക്തമായാൽ ഈ വീടുകളെല്ലാം തകരുമെന്ന അവസ്ഥയിലാണ് ഉള്ളത്. ഞങ്ങൾക്ക് എപ്പോഴും ഞങ്ങളുടെ ജോലിയും തൊഴിലുമില്ല. ജനങ്ങൾക്ക് മുഴുവൻ വന്നിട്ട് ഇവരോട് കുഴപ്പാക്കാൻ പറ്റുമോ? അപ്പോൾ ആ ഉദ്യോഗസ്ഥന്മാർക്ക് ആർക്ക് കൊടുത്താലും കണ്ണു കൊടുക്കുന്നില്ല. ഞങ്ങൾ എന്ത് ചെയ്യാനാണ്? പിന്നെ ആരാണ് ഞങ്ങളിനി കാണേണ്ടത്? മന്ത്രിയും കളക്ടറും ജില്ലാ കളക്ടറും എല്ലാവരും വെച്ചിട്ട് ആർക്കും ഒരു ഇതില്ല. പിന്നെ ഞങ്ങൾ ആരെ കാണണം? ഇനിയിപ്പോൾ ഞങ്ങൾ നാട്ടുകാർ ഒന്നിച്ചുകൂടാ, പിന്നെ മരണം വരെ നിരാഹാരം കിടക്കുക, ആ രൂപത്തിലേക്ക് പോകുക. വേറൊന്നും ചെയ്യാൻ നമുക്ക് പറ്റില്ല. പാർശ്വഭിത്തി പൂർണ്ണമായും കെട്ടാത്തതിനാൽ ഇവിടെ മണ്ണിടിച്ചിൽ ഭീഷണി നിലനിൽക്കുകയായിരുന്നു. പാർശ്വഭിത്തി കെട്ടുന്നതിനായി ഇവിടെ കോൺക്രീറ്റ് ചെയ്ത് കമ്പി ഇട്ടിരുന്നു. പിന്നീട് പാർശ്വഭിത്തി കെട്ടുന്നത് ഒഴിവാക്കുകയും കമ്പികൾ ഇപ്പോഴും അനാഥമായി കിടക്കുകയുമാണ്. ബുധനാഴ്ച ഉച്ചയോടെയാണ് പാർശ്വഭിത്തി ഇടിഞ്ഞത്. പ്രസ് ക്ലബ് ജംഗ്ഷൻ മുതൽ ചന്ദ്രഗിരി പാലം വരെ റോഡിന്റെ ഇരുഭാഗത്തും കുന്നിടിച്ച് നിരപ്പാക്കി പാർശ്വഭിത്തി കെട്ടുമെന്നാണ് നേരത്തെ അറിയിച്ചിരുന്നത്.
എന്നാൽ പിന്നീട് കുന്നിടിച്ചെങ്കിലും പൂർണ്ണമായും പാർശ്വഭിത്തി കെട്ടാൻ കഴിഞ്ഞില്ല. ഇവിടെ നിർമ്മാണ പ്രവർത്തനം ഭാഗികമായി ഉപേക്ഷിച്ചിരിക്കുകയാണ്. മഴ കനക്കുന്നതിന് മുമ്പാണ് മണ്ണിടിച്ചിൽ ഉണ്ടായിരിക്കുന്നത്. മഴ ശക്തമായാൽ സമീപത്തുകൂടി കടന്നുപോകുന്ന വാഹനങ്ങൾക്ക് പോലും മണ്ണിടിച്ചിൽ ഭീഷണിയായി മാറും. സംഭവത്തെ തുടർന്ന് കുടുംബശ്രീ പ്രവർത്തകരുടെയും നാട്ടുകാരുടെയും നേതൃത്വത്തിൽ ചളിയങ്കോട് കോട്ടൂരുവം റോഡുകൾ ഉപരോധിച്ചതിനാൽ ചന്ദ്രഗിരി വഴിയുള്ള ഗതാഗതവും തടസ്സപ്പെട്ടു. കോഴിക്കൂട്ടിന് സമാനമായ കുടിലിൽ വൃദ്ധ ദമ്പതികളുടെ ജീവിതം. പുത്തികെ ബാഡൂരിലാണ് ഈ ദയനീയ കാഴ്ച. ഇത് അങ്കടിമുകർ ബാഡൂർ ദേലമ്പാടിയിലെ അബ്ബാസും ഭാര്യ നഫീസയും താമസിക്കുന്ന വീടാണ്. മണ്ണ് കുഴച്ചു വെച്ച ചുമര്, പുല്ലുമേഞ്ഞ മേൽക്കൂര, പഴകി ദ്രവിച്ച് ഏത് നിമിഷവും തകർന്നു വീണേക്കാവുന്ന തൂണുകൾ, ഒന്നകത്ത് കയറിയാൽ ശരീരം മുഴുവൻ കറുത്തു പോകുന്ന കരികൾ, ഒരു ഭ്രാന്തൻ കാറ്റ് ആഞ്ഞു വീശിയാൽ പാറിപ്പോകുന്ന ഓലകളും പ്ലാസ്റ്റിക് ഷീറ്റുകളും, ഇരുട്ട് നിറഞ്ഞ 3 മുറികൾ. അതിനകത്താണ് അവരുടെ ഭക്ഷണവും പ്രാർത്ഥനയും ഉറക്കവും എല്ലാം. ഇന്നോ ഇന്നലെയോ അല്ല അവർ ഇവിടെ താമസം തുടങ്ങിയത്. കഴിഞ്ഞ 35 കൊല്ലമായി ആ ഉപ്പയും ഉമ്മയും ബാഡൂർ റോഡരികിലെ കുന്നിൻ ചെരുവിൽ ജീവിതത്തെ ജീവിച്ചു തീർക്കുന്നു. തലപ്പാതിയിലേറെ താഴ്ത്തി വേണം അതിനകത്ത് കടക്കാൻ. അകത്തെത്തിയാൽ ഇരുട്ടിൻ്റെ ഒരു ലോകമാണ്. ആ മുറിക്കുള്ളിൽ നട്ടുച്ചക്ക് പോലും മണ്ണെണ്ണ വിളക്ക് കത്തിച്ചു വെച്ചു വേണം അതിനകത്ത് കഴിച്ചു കൂട്ടാൻ. ആ ദൃശ്യങ്ങൾ ഒപ്പിയെടുക്കുമ്പോൾ ക്യാമറ തിരിക്കാൻ പോലും ആവാതെ ഞങ്ങളുടെ ക്യാമറമാൻ പോലും വല്ലാതെ പ്രയാസപ്പെട്ടു. പ്രാർത്ഥനകൾക്ക് പോലും ആഡംബര മുറി പണിയുന്ന വർത്തമാനകാലത്ത് അവർ നിസ്കരിക്കുന്ന കാഴ്ച കണ്ടില്ലേ? ഒന്ന് നിവർന്നു നിൽക്കാൻ പോലും ആവാതെ അവരുടെ തലമുകളിൽ മുട്ടുകയാണ്. കഴിഞ്ഞ 3 പതിറ്റാണ്ട് കാലമായി ആ ഉമ്മയും ഉപ്പയും ഇങ്ങനെയൊക്കെയാണ് ജീവിക്കുന്നുള്ളത്. വൈദ്യുതി വെളിച്ചമോ കുളിമുറിയോ ഇല്ല. എത്ര ലോക്ക് ചെയ്താലും സുരക്ഷിതത്വത്തെക്കുറിച്ച് വേവലാതിപ്പെടുന്ന പെങ്ങളെ ആ ഉമ്മയ്ക്ക് കുളിക്കണമെങ്കിൽ രാത്രിയാവണം. ഇരുട്ട് മറ സൃഷ്ടിക്കുമ്പോൾ മുറ്റത്തെ തെങ്ങിൻ ചുവട്ടിൽ വെച്ച് അവർ കുളിക്കും. പ്രാഥമിക ആവശ്യങ്ങൾക്ക് അടുത്തുള്ള കാട് തേടി പോകണം. വർഷങ്ങൾക്ക് മുമ്പേ നമ്മൾ വലിച്ചെറിഞ്ഞ പഴയ ടേപ്പ് റെക്കോർഡറും അതിൻ്റെ ഓഡിയോ കാസറ്റും പിന്നെ ബാറ്ററിയും എല്ലാ ഇല്ലായ്മയ്ക്കിടയിലും അവർക്ക് ആഡംബരം പകരുന്നു. വില കൂടിയ മാർബിൾ പാകുന്ന വീടുകളുടെ എണ്ണം കൂടിക്കൂടി വരുമ്പോൾ അവർക്ക് മോഹങ്ങളുണ്ടാവില്ലേ? അതുകൊണ്ടായിരിക്കാം ഏതോ കടക്കാരൻ വേണ്ടെന്ന് വെച്ച ചെറിയ ചെറിയ ടൈൽസ് കഷ്ണങ്ങൾ ആ നിലം നിറയെ പാകിയിരിക്കുന്നത്. അല്ലെങ്കിലും അവർക്കതിലും വലിയ സ്വപ്നം കാണാൻ അവകാശമില്ലല്ലോ. അടച്ചുറപ്പുള്ളൊരു വാതിൽ പോലുമില്ല. ഇഴജന്തുക്കളും കാട്ടുമൃഗങ്ങളും ഇതുവഴി വരാം. പറഞ്ഞിട്ടെന്ത്? ആരോടാണ് ഈ സങ്കടം പറയേണ്ടത്? അല്ലെങ്കിലും ആര് കേൾക്കാനാണ് ഇതൊക്കെ? 32 കൊല്ലമായി ഞങ്ങൾ ഇരുന്നിട്ട് മഴയെല്ലാം വരുന്നത് ഞങ്ങൾ പേടിച്ചിട്ട് വീടിന് വെച്ചിട്ട് പാലടുത്ത് പോകാൻ വേണ്ടിയിട്ട് വിചാരിച്ചിട്ടുണ്ട്. എന്ത് നിവർത്തിയില്ല, എന്ത് ചെയ്യണമെന്ന് അറിയില്ല. നോമ്പുതുറയുടെ സമയത്തും അത്താഴത്തിൻ്റെ നേരത്തും ഒന്ന് വൈദ്യുതി പോയാൽ KSEBക്കാരനെ ശപിക്കുന്ന കൂട്ടുകാരാ. ഈ ഇരുട്ടിലാണ് അവർ നോമ്പ് തുറക്കുന്നതും അത്താഴം കഴിക്കുന്നതുമെല്ലാം. മേൽക്കൂരയിൽ നിന്നുതിരുന്ന കരികളും പൊടിപടലങ്ങളുമെല്ലാം എത്രയോ വട്ടം അവരുടെ ഭക്ഷണത്തിൽ വീണു പോയിട്ടുണ്ടാവും. ഓല കൊണ്ട് നിർമ്മിച്ച ആ വാതിലിനെ എടുത്തു വെച്ച് അവർ നടന്നു പോകുമ്പോൾ മനസ്സറിയാതെ ചോദിച്ചു പോയി, എന്തേ ഈ ദുരിതം കാണാൻ ആരും ഈ വഴി വന്നില്ല? വിറക് സൂക്ഷിക്കാനും ആടിനെ പോറ്റാനും പട്ടിയെ കൂട്ടാനുമായി വ്യത്യസ്തങ്ങളായ കെട്ടിടം പണിയുന്ന സഹോദര, നിങ്ങൾക്കറിയുമോ, നിങ്ങളുടെ വളർത്തുമൃഗങ്ങൾക്കുള്ള സൗകര്യങ്ങൾ പോലുമില്ലാതെ ഇതുപോലെ എത്രയോ പാവങ്ങൾ ഈ ഭൂമിയിൽ ജീവിക്കുന്നുണ്ട്. ബുധനാഴ്ച ആരംഭിക്കാനിരുന്ന ചെറുവത്തൂർ വിജയ ബാങ്ക് കവർച്ചാ കേസിന്റെ വിചാരണ മാറ്റിവെച്ചു. പ്രതികളുടെ അഭിഭാഷകൻ കോടതിയിൽ ഹാജരാവാത്തതിനെ തുടർന്നാണ് കേസ് ജൂൺ 29 മാറ്റിവെച്ചത്. 2015 സെപ്റ്റംബർ 26 നടന്ന ചെറുവത്തൂർ വിജയ ബാങ്ക് കവർച്ചയിൽ 20 കിലോയിലധികം സ്വർണവും 3 ലക്ഷം രൂപയുമാണ് കവർച്ച ചെയ്തത്. സംഭവത്തിനു ശേഷം ഒരാഴ്ചക്കകം 4 പ്രതികളെയും അറസ്റ്റ് ചെയ്തിരുന്നു. പ്രതികളിൽ നിന്ന് 17.718 കിലോ സ്വർണവും 55,000 രൂപയും കണ്ടെടുത്തിരുന്നു. ചെർക്കളയിലെ ഒരു പൊട്ടക്കിണറ്റിൽ നിന്ന് 8.75 കിലോ സ്വർണമാണ് ആദ്യം ലഭിച്ചത്. ബാക്കി സ്വർണം പേരൂരിലെ ആളൊഴിഞ്ഞ വീട്ടിൽ നിന്നും കണ്ടെടുത്തു. കാസർഗോഡ് ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ ബുധനാഴ്ച ഈ കേസിന്റെ വിചാരണ തുടങ്ങാനിരിക്കെയാണ് കേസ് ജൂൺ 29 മാറ്റിയത്. പ്രതികൾക്ക് ആവശ്യമാണെങ്കിൽ ലീഗൽ എയ്ഡ് സെല്ലിന്റെ സഹായം നൽകാൻ കോടതി നിർദ്ദേശിച്ചതിനെ തുടർന്നാണ് കേസ് 29 മാറ്റിയത്. കാഞ്ഞങ്ങാട് രാജധാനി ജ്വല്ലറി കവർച്ചയുടെ സൂത്രധാരൻ ബളാർ കല്ലഞ്ചിറ സ്വദേശി അബ്ദുൽ ലത്തീഫ്, എസ് സുലൈമാൻ, ബല്ലയിലെ മുബഷീർ, ചെങ്കള 4 മൈൽ ബേർക്കയിലെ അബ്ദുൽ ഖാദർ, ഇടുക്കി സ്വദേശി രാജേഷ് മുരളി, കുടക് സ്വദേശികളായ അബ്ദുൽ അഷ്റഫ്, അബ്ദുൽ ഖാദർ എന്നിവരാണ് കേസിലെ പ്രതികൾ. ഇവരെല്ലാം കാസർഗോഡ് സബ് ജയിലിൽ റിമാൻഡിലാണ്. ഇനി പുണ്യം തേടി.
മൈലാഞ്ചിയുടെ മൊഞ്ചു പകർന്ന് ഉപ്പള. റംസാൻ വിപണിക്ക് ചുവപ്പിന്റെ ചന്തം. റമസാന്റെ വിശുദ്ധ ദിനങ്ങളിൽ പെരുന്നാൾ അടുത്തെത്തുമ്പോൾ ആഘോഷവേളകളെ അഴകുള്ളതാക്കാൻ ഉപ്പളയുടെ മൈലാഞ്ചി പെരുമ. ഉപ്പളയിൽ വീടുകൾ കേന്ദ്രീകരിച്ച് നിർമ്മിക്കുന്ന മെഹന്തികൾ അന്താരാഷ്ട്ര പ്രശസ്തി നേടിയതാണ്. ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങൾക്ക് പുറമെ ഗൾഫ് രാജ്യങ്ങളിലേക്കടക്കം ഇവിടെ നിന്നും മെഹന്തികൾ കയറ്റുമതി ചെയ്യുന്നുണ്ട്. ഉപ്പളയുടെ മൈലാഞ്ചി പെരുമയ്ക്ക് വർഷങ്ങളുടെ പഴക്കമുണ്ട്. വീടുകളോടനുബന്ധിച്ചുള്ള കെട്ടിടങ്ങളിൽ കുടില വ്യവസായം പോലെയാണ് ഇവിടെ മൈലാഞ്ചി നിർമ്മിക്കുന്നത്. പ്രത്യേക പരിശീലനം നേടിയ സ്ത്രീ പുരുഷ തൊഴിലാളികളാണ് മെഹന്തികൾ നിർമ്മിക്കുന്നത്. അരച്ചെടുത്ത മെഹന്തികൾ ഒരു മെഷീനിൽ നിന്ന് പേസ്റ്റ് രൂപത്തിൽ പാക്കറ്റിലേക്ക് എത്തുമ്പോൾ അത് വിൽപ്പനയ്ക്ക് തയ്യാറാവുന്നു. പാക്കറ്റ് നിർമ്മാണവും ഫില്ലിങ്ങുമെല്ലാം ഒരു കരവിരുതോടെ അവർ ചെയ്തു തീർക്കുന്നത് അഴകുള്ള കാഴ്ചയാണ്. ബോക്സ്, ബിഗ്, നെയിൽ മെഹന്തി തുടങ്ങി 3 ഇനങ്ങളാണ് പ്രധാനമായി നിർമ്മിക്കുന്നതെന്ന് ഉപ്പളയിലെ ഷിഫ മെഹന്തി മാനേജിംഗ് പാർട്ട്ണർ ഷഹ്ഷാൻ പറഞ്ഞു. 20 വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ളത് ഈ മെഹന്തിയാണ്. ഈ ഷിഫ മെഹന്തിന്ന് എല്ലായിടത്തും ഇപ്പോൾ കാസർഗോഡിൽ തൊട്ടുമുറ്റ എല്ലാ ഷോപ്പുകാർക്കാരും. പക്ഷേ ഈ കാസർഗോഡിലെ എല്ലാ ഷോപ്പുകാർക്കും ഞങ്ങൾ കൊടുത്തോളുണ്ട്. മാംഗ്ലൂരിൽ, BC റോഡ്, ഈ ഉടുപ്പി, എല്ലാ സൈഡിലും നമ്മൾ സപ്ലൈ ചെയ്യുന്നു. കഴിഞ്ഞ 2 പതിറ്റാണ്ടിലേറെ കാലമായി ഷഹ്ഷാന്റെ പിതാവ് അബ്ദുൽ ഗഫൂറിന്റെ മേൽനോട്ടത്തിൽ ഉപ്പളയിൽ ഷിഫ മെഹന്തി നടത്തുകയാണ്. മകൾ ഷിഫയും ഉമ്മ ഗുൽസാർ ബാനുവുമെല്ലാം ഈ കുടിൽ വ്യവസായത്തിന്റെ വളർച്ചയ്ക്ക് വേണ്ടി വിയർപ്പൊഴുക്കുന്നു. പെരുന്നാൾ എടുക്കുന്നതോടെ നിർമ്മാണം കൂടുതൽ ഊർജ്ജസ്വലമാകും. ഓരോ പെരുന്നാൾ കാലവും മെഹന്തിയുടെ കൂടി പെരുന്നാൾ കാലമാണ്. BSc സ്റ്റാറ്റിസ്റ്റിക്സ് പരീക്ഷാഫലം പ്രസിദ്ധീകരിച്ചു. റാങ്കുകളുടെ തിളക്കത്തിൽ നെഹ്റു കോളേജ്. കലോത്സവ വേദികളിൽ കഴിവ് തെളിയിച്ച കൃഷ്ണേന്ദു 3ാം റാങ്കിന്റെ തിളക്കത്തിൽ. കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ BSc സ്റ്റാറ്റിസ്റ്റിക്സ് പരീക്ഷാഫലം പുറത്തുവന്നു. ആദ്യ 4 റാങ്കുകളും കരസ്ഥമാക്കിയ കാഞ്ഞങ്ങാട് നെഹ്റു കോളേജ് അഭിമാനാർഹമായ നേട്ടമാണ് കരസ്ഥമാക്കിയത്. പെരിയ 3ാം കടവിലെ പൂജ 1ാം റാങ്കും, കുണ്ടൻകുഴിയിലെ മിഥുന 2ാം റാങ്കും, പുല്ലൂരിലെ കൃഷ്ണേന്ദു 3ാം റാങ്കും, നീലേശ്വരം ഓർച്ചയിലെ ജസീന 4ാം റാങ്കും കരസ്ഥമാക്കി. യൂണിവേഴ്സിറ്റി കലോത്സവ വേദികളിൽ കഴിവ് തെളിയിച്ച പുല്ലൂരിലെ കൃഷ്ണേന്ദുവിന് പഠന മികവിലൂടെ 3ാം റാങ്ക് കരസ്ഥമാക്കാനായി. പ്രവാസിയായ AC കൃഷ്ണൻ നായരുടെയും ബിന്ദുവിൻ്റെയും മകളാണ് കൃഷ്ണേന്ദു. നേരത്തെ സംഗീതത്തിലും കഴിവ് തെളിയിച്ച കൃഷ്ണേന്ദുവിന് റാങ്ക് ലഭിച്ചതറിഞ്ഞ് പുല്ലൂർ കണ്ണാങ്കോട്ടെ തുളസീദളം ആഹ്ലാദത്തിന്റെ നിറവിലായി. കുടുംബാംഗങ്ങളെല്ലാം കൃഷ്ണേന്ദുവിന് മധുരം നൽകുകയുണ്ടായി. പുല്ലൂർ ഗവൺമെന്റ് UP സ്കൂൾ, ഉദയനഗർ ഹൈസ്കൂൾ, ദുർഗ ഹയർ സെക്കൻഡറി സ്കൂളുകളിലൂടെ വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ കൃഷ്ണേന്ദുവിന് സ്കൂൾ, കോളേജ് തലങ്ങളിലും കലോത്സവങ്ങളിൽ കഴിവ് തെളിയിക്കാനായിട്ടുണ്ട്. തലശ്ശേരി ബ്രണ്ടൻ കോളേജിൽ നടന്ന കണ്ണൂർ യൂണിവേഴ്സിറ്റി കലോത്സവത്തിൽ മാപ്പിളപ്പാട്ട്, ഒപ്പന, ഗ്രൂപ്പ് ഐറ്റം, നാടൻപാട്ട് എന്നിനങ്ങളിൽ 2-3 സ്ഥാനങ്ങൾ നേടാനായിട്ടുണ്ട്. ചിട്ടയായ പഠനത്തിലൂടെ ലഭിച്ച മികച്ച വിജയം കോളേജിന്റെ മെച്ചപ്പെട്ട പഠന നിലവാരത്തിന്റെ വിജയം കൂടിയാണെന്ന് കൃഷ്ണേന്ദു പറഞ്ഞു. ഈ വർഷത്തെ ഡിഗ്രി BSc ഫലം പ്രഖ്യാപിച്ചതിൽ നമ്മൾ നെഹ്റു കോളേജിന് തന്നെ BSc സ്റ്റാറ്റിസ്റ്റിക്കിൽ ആദ്യത്തെ 4 റാങ്കും കിട്ടി. അതിൽ എനിക്ക് 3rd റാങ്ക് കിട്ടീനി. അപ്പോൾ പഠിപ്പിച്ച എല്ലാ മാഷ്മാർക്കും നന്ദി പറയാൻ ഈ അവസരം ഉപയോഗിക്കുന്നു. ഇനി തുടർന്ന് MSc സ്റ്റാറ്റിസ്റ്റിക്സ് നമ്മുടെ കോളേജിൽ നിന്ന് തന്നെ പഠിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. തുടർ പഠനം നെഹ്റു കോളേജിൽ തന്നെ തുടരാനാണ് തീരുമാനമെന്നും കൃഷ്ണേന്ദു കൂട്ടിച്ചേർത്തു. പഠനത്തോടൊപ്പം കലോത്സവ വേദിയിൽ കോളേജിന് നേട്ടങ്ങൾ നൽകിയ കൃഷ്ണേന്ദു ആഹ്ലാദസൂചകമായി പാട്ടുപാടാനും തയ്യാറായി. റാങ്ക് ലഭിച്ച വിവരമറിഞ്ഞ് കൃഷ്ണേന്ദുവിനെ അഭിനന്ദിക്കാൻ നാട്ടുകാരും എത്തിയിരുന്നു. മഞ്ചേശ്വരം തുമിനാട്ടിലെ ദേശീയപാതയോരത്ത് സ്ഥിതി ചെയ്യുന്ന മാവിന്റെ ചുറ്റുവട്ടത്തായി പണിത ഇരിപ്പിടം തകർത്തത് പുതുക്കി പണിയുന്ന തിരക്കിലാണ് ഇവിടുത്തെ ക്ലബ്ബുകളും സാംസ്കാരിക സംഘടനകളും. ജാതിഭേദ വ്യത്യാസമില്ലാതെ നിരവധി പേർ വന്നിരിക്കുന്നതാണ് ഈ ഇരിപ്പിടം. വർഷങ്ങൾക്ക് മുമ്പ് തുമിനാക്കാട് എന്ന പേരിലായിരുന്നു തുമിനാടിനെ അറിയപ്പെട്ടിരുന്നത്. ദേശീയപാതക്കരികിൽ ഒരു മാവിനു ചുറ്റും ഇരിപ്പിടം പണിതുണ്ടാക്കിയത് കട്ട കൊണ്ടാണ്. ഈ കട്ട കൊണ്ട് ഇരിപ്പിടമുണ്ടാക്കിയത് തുമിനാട്ടിലെ തന്നെ നവശക്തി ക്ലബിന്റെ ഭാരവാഹികളായിരുന്നു. അന്ന് ഏറെ ചർച്ചാ വിഷയമായിരുന്ന ഈ ഇരിപ്പിടം പിന്നെ നാട്ടുകാർ സ്ഥിരമായി ഇരിക്കാൻ ഉപയോഗിച്ചു തുടങ്ങി. നാട്ടിൽ നടക്കുന്ന ഒട്ടുമിക്ക സംഭവ വികാസങ്ങളും ചർച്ച ചെയ്യാൻ ഈ സ്ഥലത്തെ അവർ ഉപയോഗപ്പെടുത്തി. ജാതിമത വ്യത്യാസമില്ലാതെ എല്ലാ വിഭാഗം ജനങ്ങളും ഇവിടെ ഒത്തുകൂടുന്നു എന്നതാണ് ഈ ഇരിപ്പിടത്തിന്റെ പ്രത്യേകത. ഈ ഇരിപ്പിടത്തിന് കെട്ടിയ കട്ടകൾ ഇപ്പോൾ നാട്ടുകാർ അവരവരുടെ ഭവനങ്ങളിലും ഉപയോഗിക്കാൻ തുടങ്ങിയതോടെ ഇതിന് പ്രചാരമേറി വരികയാണ്. സ്വാർത്ഥ താൽപര്യങ്ങൾക്കായി ചിലർ ഒരു നാടിന്റെ പൈതൃകം തന്നെ ഇല്ലാതാക്കാൻ ശ്രമിക്കുമ്പോൾ അതിനെ സംരക്ഷിക്കാൻ തുനിയുന്ന സുമനസ്സുകളെ അംഗീകരിച്ചേ മതിയാവൂ. ഇവർ ഒരു നാടിന് തന്നെ മാതൃകയാവുകയാണ്. അങ്ങനെ പൊളിഞ്ഞിട്ടാകുമ്പോൾ നമ്മൾ എല്ലാവരും ഹിന്ദു മുസ്ലിം എല്ലാ
ഹിന്ദു മുസ്ലിം ക്രൈസ്തവ എല്ലാവരും കൂടിയിട്ട് ഇതിനൊരു മാതൃകയായിട്ട് ഒരു കട്ട. ജില്ലയിലെ മികച്ച രക്തദാതാവിനെ ആദരിച്ചു. ചട്ടഞ്ചാൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലായിരുന്നു രക്തദിനാചരണ ചടങ്ങ് സംഘടിപ്പിച്ചത്. ജില്ലാതല രക്തദാന ദിനാചരണത്തിന്റെ ഭാഗമായാണ് മികച്ച രക്തദാതാവിനെ ആദരിച്ചത്. ചട്ടഞ്ചാൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപകനായ പി രതീഷ് കുമാറിനെയാണ് ജില്ലാ കളക്ടർ ഇ ദേവദാസൻ ആദരിച്ചത്. 55 തവണ രക്തദാനം നടത്തിയാണ് രതീഷ് മാതൃക തീർത്തത്. ജില്ലാ കളക്ടർ ഇ ദേവദാസൻ പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. ഡെപ്യൂട്ടി DMO ഇ മോഹനൻ അധ്യക്ഷനായി. ചട്ടഞ്ചാൽ PHC മെഡിക്കൽ ഓഫീസർ സി വേണു രക്തദാന സന്ദേശം നൽകി. ജില്ലാ പഞ്ചായത്ത് ആരോഗ്യ സ്ഥിരം സമിതി അധ്യക്ഷ സുഫൈജ രക്തദാന പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം TD കബീർ, ബ്ലഡ് ബാങ്ക് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ചാർലി ചാക്കോ, ആസിയ മുഹമ്മദ്, വി മുരളീധരൻ, M രാജേന്ദ്രൻ നായർ, ശ്രീധരൻ മുണ്ടോൾ, സുലൈമാൻ, വിൻസെന്റ് ജോൺ, K രതീഷ്, M രാമചന്ദ്ര തുടങ്ങിയവർ സംസാരിച്ചു. കർഷക തൊഴിലാളി യൂണിയൻ നേതാവായ PK കുഞ്ഞച്ചന്റെ ചരമദിനം ജില്ലയിൽ വിവിധ പരിപാടികളോടെ ആചരിച്ചു. ഇതിന്റെ ഭാഗമായി KSKTU കാഞ്ഞങ്ങാട് ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അനുസ്മരണ പരിപാടി സംഘടിപ്പിച്ചു. KSKTU കാഞ്ഞങ്ങാട് ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് PK കുഞ്ഞച്ചൻ അനുസ്മരണം സംഘടിപ്പിച്ചത്. 25ാം ചരമവാർഷികത്തോടനുബന്ധിച്ചാണ് അനുസ്മരണം നടന്നത്. KSKTU ജില്ലാ വൈസ് പ്രസിഡന്റ് കൊട്ടറ വാസുദേവ് അനുസ്മരണ പരിപാടി ഉദ്ഘാടനം ചെയ്തു. പള്ളിക്കൈ രാധാകൃഷ്ണൻ അധ്യക്ഷനായി. ചെറാക്കോട്ട് കുഞ്ഞിക്കണ്ണൻ, O കൃഷ്ണൻ, PA ശകുന്തള, കൃഷ്ണൻ കുട്ടമത്ത്, C ബാലകൃഷ്ണൻ, P ദാമോദരൻ തുടങ്ങിയവർ സംസാരിച്ചു. ചിത്താരി മാട്ടുമ്മലിൽ പ്രവാസിയുടെ വീട്ടുവളപ്പിൽ അതിക്രമം. ഫലവൃക്ഷങ്ങൾ വെട്ടിനശിപ്പിച്ച സംഘത്തിന്റെ ദൃശ്യങ്ങൾ CCTVയിൽ പതിഞ്ഞു. ചിത്താരി മാട്ടുമ്മലിലെ ഗൾഫ് വ്യാപാരി മുഹമ്മദിന്റെ വീട്ടുവളപ്പിലെ 25ഓളം വാഴകളും പ്ലാവ്, മാവ് തുടങ്ങിയ ഫലവൃക്ഷങ്ങളുമാണ് വെട്ടിനശിപ്പിക്കപ്പെട്ടത്. കുലച്ച വാഴകളാണ് വെട്ടിനിരത്തിയത്. വാഴ നശിപ്പിക്കുന്നവരുടെ ദൃശ്യങ്ങൾ വീട്ടിലെ CCTVയിൽ പതിഞ്ഞിട്ടുണ്ട്. ബുധനാഴ്ച പുലർച്ചെയാണ് സംഭവം വീട്ടുകാരുടെ ശ്രദ്ധയിൽപ്പെടുന്നത്. മുഹമ്മദ് ഹോസ്ദുർഗ് പോലീസിൽ പരാതി നൽകി. പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു. CCTV ദൃശ്യങ്ങളും പോലീസിന് കൈമാറിയിട്ടുണ്ട്. പ്രദേശത്ത് ബോധപൂർവം കുഴപ്പങ്ങൾ സൃഷ്ടിക്കാനാണ് ഇത്തരക്കാർ ശ്രമിക്കുന്നതെന്ന് ഹസീന ക്ലബ് പ്രവർത്തകർ പറഞ്ഞു. ചിത്താരി ഉൾപ്പെടെയുള്ള തീരദേശങ്ങളിൽ ബോധപൂർവം കുഴപ്പങ്ങൾ സൃഷ്ടിക്കാനുള്ള ശ്രമമാണ് സംഭവത്തിന് പിന്നിലെന്ന് ആരോപണമുയർന്നിട്ടുണ്ട്. ട്രോളിംഗ് നിരോധനമാണെങ്കിലും പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകാനുള്ള ഒരുക്കത്തിൽ. നിരോധനം മറികടക്കാൻ ചെറുവള്ളങ്ങളിലായിരിക്കും ഇവർ മത്സ്യബന്ധനം നടത്തുന്നത്. ഇനിയുള്ള 47 ദിനങ്ങൾ മത്സ്യമേഖലയെ ആശ്രയിച്ചു കഴിയുന്ന തൊഴിലാളികൾക്ക് വറുതിയുടെ കാലം. 1.5 മാസക്കാലം ബോട്ടുകൾക്കും തൊഴിലാളികൾക്കും കരയിൽ വിശ്രമമാണെങ്കിലും വറുതിയുടെ കാലത്തിന് അറുതി വരുത്താനുള്ള ഒരുക്കത്തിലാണ് ഇവർ. പരമ്പരാഗത രീതിയിലുള്ള ഉപരിതല മത്സ്യബന്ധനത്തിനാണ് ഇവർ തയ്യാറെടുക്കുന്നത്. യന്ത്രവൽകൃത ബോട്ടുകൾക്കൊപ്പം യന്ത്രം ഘടിപ്പിച്ച വള്ളങ്ങൾക്കും മത്സ്യബന്ധനത്തിന് അനുമതി ഇല്ലാതായതോടെയാണ് ചെറുവള്ളങ്ങളിലൂടെയുള്ള മത്സ്യബന്ധനത്തിലൂടെ പട്ടിണി മാറ്റാൻ ഇവർ ഒരുങ്ങുന്നത്. വിലക്കയറ്റം മൂലം ജനജീവിതം പൊറുതിമുട്ടിയ സാഹചര്യത്തിൽ ട്രോളിംഗ് നിരോധനം കൂടിയാകുന്നതോടെ ഈ മേഖലയിലെ തൊഴിലാളികളുടെ ജീവിതം കൂടുതൽ ദുരിതമാകും. മത്സ്യവിലയിലും ഗണ്യമായ വർധനവ് ഉണ്ടാകുന്നതോടെ പൊതുജനവും ബുദ്ധിമുട്ടും. ട്രോളിംഗ് നിരോധനം നിലവിൽ വരാൻ മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെ തൈക്കടപ്പുറം അഴിത്തല ബോട്ട് ചെട്ടിയിൽ വൻ തിരക്കാണ് അനുഭവപ്പെട്ടത്. ഇതര സംസ്ഥാന ബോട്ടുകളോടും ബുധനാഴ്ച മുമ്പ് തീരം വിടാൻ അധികൃതർ നിർദ്ദേശം നൽകിയതോടെ 1.5 മാസക്കാലം മത്സ്യങ്ങൾക്ക് തീവില കാണും. ട്രോളിംഗ് നിരോധനവുമായി ബന്ധപ്പെട്ട് എല്ലാ വകുപ്പുകളും ഏകോപിപ്പിച്ച് പ്രവർത്തനം നടത്താനാണ് ഫിഷറീസ് വകുപ്പ് ജില്ലാ ഭരണകൂടങ്ങൾക്ക് നിർദ്ദേശം നൽകിയത്. ഫിഷറീസ് വകുപ്പും പോലീസും ചേർന്ന് സുരക്ഷാ കാര്യങ്ങൾക്കുള്ള നടപടികൾ സ്വീകരിച്ചു വരുന്നു. നിരോധന കാലയളവിൽ മത്സ്യത്തൊഴിലാളികൾക്ക് സൗജന്യ റേഷൻ വിതരണവും ഒരുക്കിയിട്ടുണ്ട് എന്നതാണ് ഈ തൊഴിലാളികളുടെ ഏക ആശ്രയം. എങ്കിൽ പോലും പല തൊഴിലാളികൾക്കും ഇതും ലഭ്യമാകുന്നില്ല എന്നൊരു പരാതിയും ഉയർന്നിട്ടുണ്ട്. എന്തുതന്നെയായാലും കടലിന്റെ മക്കൾക്ക് ട്രോളിംഗ് എന്നത് വറുതിയുടെ കാലം തന്നെയാണ്. ചെറുവത്തൂർ പഞ്ചായത്തിലെ രാമഞ്ചിറ, വെങ്ങാട്ട്, മൈച്ച, പാലത്തേര പാലങ്ങളുടെ നിർമ്മാണത്തിനുള്ള പ്രാഥമിക പരിശോധനകൾ ആരംഭിച്ചു. ഈ പ്രദേശങ്ങളിലെ ജനങ്ങളുടെ വർഷങ്ങളായുള്ള സ്വപ്നമാണ് സാക്ഷാത്കരിക്കാൻ പോകുന്നത്. 2 പ്രദേശങ്ങളിലുള്ള ജനങ്ങളുടെ ചിരകാല സ്വപ്നമായ 2 പാലങ്ങൾ
രാമഞ്ചിറ പാലവും മയിച്ച പാലത്തേര പാലവും. രണ്ടിടങ്ങളിലും ദുരിതമില്ലാതെ മറുകരയെത്താൻ റോഡ് പാലം വേണമെന്ന പ്രദേശവാസികളുടെ ആവശ്യത്തിന് വർഷങ്ങളുടെ പഴക്കമുണ്ട്. ഒടുവിൽ അവരുടെ സ്വപ്നങ്ങൾക്ക് ചിറകുമുളയ്ക്കുകയാണ്. പാലം നിർമ്മാണവുമായി ബന്ധപ്പെട്ട് PWD ഡി ബ്രിഡ്ജസ് വിഭാഗം ഉദ്യോഗസ്ഥർ മയിച്ചയിലും രാമഞ്ചിറയിലും പ്രാഥമിക പരിശോധന നടത്തി. പാലങ്ങളുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് പുതിയ MLAയെ പ്രതീക്ഷയർപ്പിക്കുകയാണ് ജനങ്ങളെല്ലാം. കാഞ്ഞങ്ങാട് PWD ബ്രിഡ്ജ് അസിസ്റ്റന്റ് എഞ്ചിനീയർ അനിൽകുമാർ, ഓവർസിയർ സുനിൽ എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് പരിശോധന നടത്തിയത്. വിവിധ പഞ്ചായത്തുകളിൽ ഉൾപ്പെടുത്തി പാലം നിർമ്മിക്കാൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കുമെന്ന ഉദ്യോഗസ്ഥ സംഘത്തിനൊപ്പം എത്തിയ രാജഗോപാലൻ MLA പറഞ്ഞു. പുതിയ സാഹചര്യത്തിൽ തീരദേശ റോഡുമായി ഹൈവേ ബന്ധിപ്പിക്കാൻ കഴിയുന്ന ഏറ്റവും സഹായകരമായിട്ടുള്ള ഒരു റൂട്ടാണിത്. അപ്പോൾ രാമഞ്ചിറപ്പാലം 130 മീറ്റർ നീളവും 11 മീറ്റർ വീതിയുമുള്ള പാലം നിർമ്മിച്ചാൽ മാത്രമേ ഈ പ്രശ്നം പരിഹരിക്കപ്പെടുകയുള്ളൂ. അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള രീതിയിലുള്ള ഒരു പ്രാഥമിക പരിശോധനയും എസ്റ്റിമേറ്റ് തയ്യാറാക്കാനും ആവശ്യമായിട്ടുള്ള നടപടിക്രമങ്ങളിലേക്കാണ് നീങ്ങുന്നത്. അപ്പോൾ ഈ പാലം നിർമ്മാണവുമായി ബന്ധപ്പെട്ടുള്ള മതിയായ ഫണ്ട് ലഭ്യമാക്കാനുള്ള അടിയന്തര ഇടപെടലുകൾ ജനപ്രതിനിധി എന്നുള്ള നിലയിൽ എൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവും. പഞ്ചായത്ത് പ്രസിഡന്റ് മാധവൻ മണിയറ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം വെങ്ങാട്ട് കുഞ്ഞിരാമൻ എന്നിവരും അദ്ദേഹത്തിനൊപ്പം ഉണ്ടായിരുന്നു. തേജസ്വിനി പുഴയ്ക്ക് കുറുകെ രാമഞ്ചിറപ്പാലം യാഥാർത്ഥ്യമായാൽ കയ്യൂർ ചീമേനി പഞ്ചായത്തിനെയും ചെറുവത്തൂർ പഞ്ചായത്തിനെയും ബന്ധിപ്പിക്കുന്ന തീരദേശ റോഡിന് ദേശീയപാതയുമായി എളുപ്പം ബന്ധപ്പെടാനുള്ള മാർഗമാകുമത്. നിലവിൽ ഗതാഗതയോഗ്യമല്ലാത്ത നടപ്പാലവും ഉപ്പുവെള്ളം തടയുന്നതിനായുള്ള ഒരു ഷട്ടർ കം ബ്രിഡ്ജും മാത്രമാണ് ഇവിടെയുള്ളത്. ഇത് നിലനിർത്തി ഇതിന് തെക്ക് ഭാഗത്തായി 15 മീറ്റർ മാറി പുതിയ പാലം നിർമ്മിക്കുന്നതിനുള്ള പ്രാഥമിക പരിശോധനയാണ് നടന്നത്. നടപ്പാലം വരുന്നതിന് മുമ്പ് കയ്യൂർ ചീമേനി പഞ്ചായത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ചെറുവത്തൂർ ചന്തയിലേക്ക് സാധനങ്ങളുമായി കച്ചവടത്തിനെത്തുന്നവർ ഇതുവഴി തോണിയിലാണ് എത്തിയിരുന്നത്. ഇപ്പോഴും നിരവധി പേർ ഇവിടെയുള്ള നടപ്പാലത്തിലൂടെയാണ് ചെറുവത്തൂരിൽ എത്തുന്നത്. വർഷങ്ങളായി നാട്ടുകാർ ആവശ്യപ്പെടുന്ന പാലം കൂടിയാണ് ഇത്. പാലം പൂർത്തിയാകുന്നതോടെ ക്ലായിക്കോട്, വെള്ളാട്ട്, കൂക്കോട്ട്, കയ്യൂർ, അരയാക്കടവ് പാലം വഴി നീലേശ്വരം നഗരസഭയിലേക്കും യാത്ര എളുപ്പമാകും. 130 മീറ്റർ നീളത്തിൽ 11 മീറ്റർ വീതിയിൽ പാലം നിർമ്മിക്കാനുള്ള നടപടികളാണ് സ്വീകരിക്കുന്നത്. മയിച്ച പുഴയ്ക്ക് കുറുകെ പാലത്തേര, മയിച്ച പ്രദേശങ്ങളെ ബന്ധിപ്പിച്ച കോൺക്രീറ്റ് പാലം നിർമ്മിക്കണമെന്ന ആവശ്യത്തിന് വർഷങ്ങളുടെ പഴക്കമുണ്ട്. ചെറുവത്തൂരിൽ നിന്നും കാരി, കുറ്റിവയൽ, മയിച്ച എന്നിവിടങ്ങളിലേക്ക് എത്തിപ്പെടാനും ഈ പ്രദേശത്തുള്ളവർക്ക് ചെറുവത്തൂർ ടൗണുമായി ബന്ധപ്പെടാനുമുള്ള എളുപ്പ മാർഗമാണ് ഇത്. ഇവിടെ 50 മീറ്റർ നീളത്തിൽ 11 മീറ്റർ വീതിയിൽ പാലം നിർമ്മിക്കാനുള്ള നടപടികളാണ് സ്വീകരിക്കുക. പ്രധാന വാർത്തകൾ വീണ്ടും. മുട്ടത്തൊടി സഹകരണ ബാങ്ക് മുക്കുപണ്ട തട്ടിപ്പ്, മാനേജർക്കും അപ്രൈസർക്കുമെതിരെ 2 കേസുകൾ കൂടി. ഖാസിയുടെ ദുരൂഹ മരണം, സമരം 50ാം ദിവസത്തിലേക്ക്, പിന്തുണയേറുന്നു. അപകടം വിളിച്ചോതി ചളിയങ്കോട്ടെ മണ്ണിടിച്ചിൽ, KSTP റോഡിൽ ആശങ്കയുടെ യാത്ര. കോഴിക്കോട്ടിന് സമാനമായ കുടിലിൽ വൃദ്ധ ദമ്പതികളുടെ ജീവിതം. പുത്തികെ ബാഡൂരിലാണ് 2 ജീവിതങ്ങൾ സങ്കടക്കാഴ്ചയാകുന്നത്. ചെറുവത്തൂർ ബാങ്ക് കവർച്ച കേസ് വിചാരണ മാറ്റി. മൈലാഞ്ചിയുടെ മൊഞ്ചു പകർന്ന് ഉപ്പള, റംസാൻ വിപണിക്ക് ചുകപ്പിന്റെ ചന്തം. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർത്തിയാകുന്നു. നമസ്കാരം.